Hello dears, welcome to English classes at Radhika Ramesh. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിരുന്നു. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ വിച്ച് ഈസ് അവൈലബിൾ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. പക്ഷേ ഇപ്പോൾ പുതിയൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഡിഫറൻസ് ഒന്നുമില്ല, സെയിം ആണ്, പക്ഷേ മാർക്കിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ എസ്സേ എന്ന് പറയുന്നത് 15 മാർക്കായിരുന്നു മുമ്പത്തേതിൽ, ഇതിൽ 10 മാർക്സേ ഉള്ളൂ. അങ്ങനെ ചില ഡിഫറൻസ് ഉണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മുമ്പത്തേൽ 5 മാർക്ക് ഈച്ച് ആയിരുന്നു, ഇത് 6 മാർക്കാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓൾ അതർ തിങ്സ് ആർ സെയിം. എന്തായാലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. The first question is, read the provided poem and answer the following questions. Each question carries 2 marks, ceiling 16 marks. ഇപ്പോൾ ഫസ്റ്റ് വൺ ഇവിടെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആണ്, മറ്റേതിൽ സെക്കൻഡ് ആയിരുന്നു അല്ലേ. ഫസ്റ്റ് ടെക്സ്റ്റ് ബേസ്ഡ് പാരഗ്രാഫ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്, പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ആദ്യമാണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരുപോലെ തന്നെയാണ്, പാറ്റേണിന് വ്യത്യാസമൊന്നുമില്ല, മാർക്കിൽ കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. ഇതിന് 16 മാർക്സ് ആണ്, ഓരോ ക്വസ്റ്റ്യനും 2 marks each. If You Forget Me, it's a poem by Pablo Neruda. I want you to know one thing, you know how this is. If I look at the crystal moon, at the red branch of the slow autumn at my window, the impalpable ash of the wrinkled body of the log, everything carries me to you, as if everything that exists, aromas, light metals, were little boats that sail towards those isolates of yours that waits for me. Well, now, if little by little you stop loving me. So this is the poem by Pablo Neruda. So here he is talking, that is the speaker is talking to his beloved. That is, he wants to say something to her. I shall stop loving you little by little. If suddenly you forget me, do not look for me, for I shall already have forgotten you. Okay, he wanted to forget his beloved. അല്ലേ, അങ്ങനെ ബിലൗഡിനെ മറന്നു പോകണം എന്ന് ആഗ്രഹം, പതുക്കെ പതുക്കെ ഞാൻ നിന്നെ മറക്കും എന്ന് പറയുകയാണ്. If you think it long and mad, the wind of banners that passes through my life, and you decide to leave me at the shore of a heart where I had roots, remember that on that day, at that hour, I shall lift my arms, and my roots will set off to seek another land. Okay, എൻ്റെ റൂട്ട്സും നീ പോയ പോലെ എൻ്റെ റൂട്ടുകളും വേറൊരു തീരം തേടി പോകും എന്നാണ് പറയുന്നത്. ബട്ട് ഒരു ബ്രേക്കപ്പ് സോങ് ആണ്. ബട്ട് ഇഫ് ഈച്ച് ഡേ ഈച്ച് അവർ you feel that you are destined for me with impalpable sweetness. പക്ഷെ ഓരോ ദിവസം നീ മനസ്സിലാക്കും, you are destined to me, അല്ലേ, നിനക്ക് വിധിച്ചത് ഞാനാണെന്ന് നീ മനസ്സിലാക്കും. If each day a flower climbs up to your lips to seek me, ah my love, ah my own, in me and all that fire is repeated, in me nothing is extinguished or forgotten. My love feeds on your love, beloved, and as long as you live it will be in your arms without leaving mine. Okay, so here the poet is telling his sorrow towards his beloved, lost beloved. Okay, he wanted to forget her, അല്ലേ, അവളെ മറക്കണം എന്നുണ്ട്, പക്ഷെ അതിന് കഴിയാത്തൊരവസ്ഥ. അപ്പം എന്തായാലും ഞാൻ മറക്കും എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് അനലൈസ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. What natural elements does the speaker mention when describing how everything reminds him of his beloved? The speaker mentions the following natural elements. The crystal moon. എന്തൊക്കെയാണ് ബിലൗഡിനെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ എന്തൊക്കെ നേച്ചുറൽ തിങ്സ് ആണ് വരുന്നത്? The crystal moon, the red branch of the slow autumn. റെഡ് ബ്രാഞ്ച് ഓഫ് ദ സ്ലോ ഓട്ടം എന്ന് പറഞ്ഞു വെച്ചാൽ, ഓട്ടം സീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഫാൾ സീസണാണ്, ഇലകളൊക്കെ പൊഴിയുന്ന സമയമാണ്. ആ സമയത്ത് ഉണ്ടാവുന്ന ഇലകൾ പഴുത്ത ഇലകളാണ്, അതാണ് റെഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദി ഇംപാൽപ്പബിൾ ആഷ് ആൻഡ് ദ റിങ്കിൾഡ് ബോഡി ഓഫ് ദ ലോക്ക്, അല്ലേ, മരത്തടി. ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള നേച്ചുറൽ ഇമേജസ്. What does the speaker say he will do if his beloved stops loving him little by little? Okay, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? പതുക്കെ പതുക്കെ ബിലൗഡ് അയാളെ മറക്കാൻ തുടങ്ങിയാൽ, അല്ലേ, അയാളെ സ്നേഹിക്കുന്നത് നിർത്താൻ തുടങ്ങിയാൽ എന്തൊക്കെയാണ് ഇയാൾ ചെയ്യാൻ പോണത്?
The speaker says that if his beloved stops loving him little by little, he will stop loving her little by little as well. അയാളും തിരിച്ച് അങ്ങനെ തന്നെ ചെയ്യും. Third one, what metaphor does the speaker use to describe his love sailing towards his beloved? ഏത് മെറ്റഫർ ആണ്? മെറ്റഫർ പറഞ്ഞു വെച്ചാൽ നമുക്കറിയാം രൂപകം അല്ലെ, മലയാളത്തിലുള്ള ഒരു കമ്പാരിസൺ ആണ്. The speaker uses the metaphor of little boats that sail towards these islets of yours to describe his love sailing towards his beloved. Islets of yours, നിന്റെ തീരങ്ങളിൽ അല്ലേ. അപ്പോൾ അവിടെ എന്താണ് പറയാ, ഇവര് ഈ ബിലൗഡിനെ എന്താണ് ഒരു ബിലൗഡിന്റെ തീരം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം, ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ എ റിവർ ഓർ എ ബാങ്ക് അല്ലേ. അപ്പോൾ അവളാകുന്ന തീരത്തേക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആകുന്ന എന്താ കമ്പാരിസൺ ലൈക്കും ആസും ഒന്നും അല്ലാത്ത അതന്നെയാണ്, അവളെ തന്നെയാണ് തീരങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് മെറ്റഫറാണ് അവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച്. What will the speaker do if his beloved forgets him suddenly? അല്ലേ, ബിലവഡ് അയാളെ മറന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നാ പറയുന്നത്. If his beloved forgets him suddenly, the speaker says that he will already have forgotten her. അല്ലേ, പെട്ടെന്ന് മറന്നു കഴിഞ്ഞാൽ നീ വിചാരിച്ചോ കട്ടയ്ക്ക് നിൽക്കുകയാണ് നമ്മുടെ സ്പീക്കർ അല്ലേ, ഞാൻ അതിൻ്റെ മുമ്പേ നിന്നെ മറന്നു. ഓക്കെ, then next one, what imagery does the speaker use to represent his roots in the poem? The speaker uses the imagery of roots to represent his connection to his beloved, saying that if she leaves him, his roots will set off to seek another land. അല്ലേ, അപ്പോൾ അവളുടെ ലാൻഡിൽ പൂർണ്ണ കിടക്കുന്ന റൂട്ട് വേരുകളാണ് ആയിട്ടാണ് നമ്മുടെ പോയറ്റ് അയാളെ തന്നെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇനി അവൾ അയാളെ വിട്ടു പോവുകയാണെങ്കിൽ the roots will seek for another land അല്ലേ, പുതിയ വേറെ തീരങ്ങൾ തേടി പോകും. According to the poem, sixth one, according to the poem, what happens to the speaker's love if his beloved continues to love him? Okay, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? His beloved continue to love him. Beloved അയാളെ സ്നേഹിക്കുന്നത് തുടർന്നാൽ എന്താണ് സംഭവിക്കുക? According to the poem, if the beloved continues to love the speaker, his love will continue to feed on hers and will remain alive. അല്ലേ, അപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ല, he will love her back. Eighth one, what will the speaker love do if his beloved feels she is destined for him? Okay, ബിലവഡിന് മനസ്സിലാവാണ് അവളുടെ വിധി, അല്ലെങ്കിൽ അവൾക്ക് പറഞ്ഞിട്ടുള്ള ആള് നമ്മുടെ സ്പീക്കർ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what the speaker will do? If the beloved feels destined for the speaker, his love will be in her arms without leaving his. അല്ലേ, അതായത് അയാൾ അവളുടെ കൈ മുറുകെ പിടിക്കും, ഒരിക്കലും അവൾക്ക് അയാളെ വിട്ടു പോകേണ്ടി വരില്ല. Ninth one, discuss the significance of the metaphor little boats that sail towards those isles of yours that waits for me in the context of the poem. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഇമേജറിയുടെ മീനിങ് എന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മെറ്റാഫർ ആണ് നമ്മൾ പറഞ്ഞു. സോ വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ് ഇമേജറി? The metaphor of little boats highlights the idea that the speaker's love is constantly moving towards his beloved and that everything in life reminds him of her. അല്ലേ, അവളുടെ തീരങ്ങൾ തേടിയാണ് പോകുന്നത്. ദാറ്റ് ഇസ് ഹി വാണ്ട്സ് ടു ലവ് ഹർ. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ സ്പീക്കർ ബിലവഡിനെ. അതുകൊണ്ട് തന്നെ ഹി ഈസ് ഓൾവേസ് ഇൻ സെർച്ച് ഓഫ് ഹർ. അവളുടെ തീരങ്ങൾ തേടിയാണ് എപ്പോഴും പോകുന്നത്. ആൻഡ് ദാറ്റ് എവറിത്തിങ് ഇൻ ലൈഫ് റിമൈൻഡ്സ് ഹിം ഓഫ് ഹർ. അയാൾ എന്ത് ചെയ്താലും അതൊക്കെ അവളെ പറ്റിയുള്ള ഓർമ്മകളാവുന്നു. നെക്സ്റ്റ് 10th question. Then the 9th one, discuss the significance of the metaphor little boats and sail towards those isles of yours that wait for me in the context of the poem. Little boats that sail towards those isles of yours that waits for me എന്നുള്ള മെറ്റാഫറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇതൊരു ആൻസർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. The metaphor of little boats highlights the idea that the speaker's love is constantly moving towards his beloved and that everything in life reminds him of her. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവളെ പറ്റിയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ സ്നേഹം എന്ന് പറഞ്ഞത് അവളുടെ തീരങ്ങളിലേക്കുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. 10th one, analyze the theme of reciprocity in love as portrayed in the poem If You Forget Me by Pablo Neruda.
റെസിപ്രോസിറ്റി, ഇത് പരസ്പര സ്നേഹം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ എങ്ങനെയാണ് വരുന്നത്? ദ തീം ഓഫ് റെസിപ്രോസിറ്റി ഇൻ ലവ് ഈസ് പോർട്രേഡ് ഇൻ ദ പോം ആസ് എ മ്യൂച്വൽ ആൻഡ് ഓൾ കൺസ്യൂമിംഗ് ഫോഴ്സ് ദറ്റ് സസ്റ്റെയിൻസ് ആൻഡ് നറിഷസ് ബോത്ത് പാർട്ട്നേഴ്സ്. രണ്ടു പേർക്കും ഉള്ളതാണ്, രണ്ടു പേരുടെയും സ്നേഹം എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണ്. ഇതിൽ പറയുന്നുണ്ട്, അവൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യും, സ്നേഹം കുറയും. അവൾ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഐ വിൽ go to her banks എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ that is reciprocity. Section B textual questions ആണ്. ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. സോ ആൻസർ ഓൾ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 6 മാർക്സ്. ഇപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. മുമ്പത്തെ മോഡലിൽ 5 മാർക്കായിരുന്നു പാരഗ്രാഫിന്, ഇത് 6 മാർക്കാണ്. ഒരു പുറം തന്നെ എഴുതിയാൽ മതിയായിരിക്കും. മാക്സിമം മാർക്ക് 24 ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ സീലിംഗ് 24. സീലിംഗ് ആണ് 24. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. ഓക്കെ, സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനും കൂടെ, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് എല്ലാറ്റിനും കൂടെ ഉള്ള മാർക്കാണ് നോക്കുന്നത്. മറ്റേതാണെങ്കിൽ 4 ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ 4 മാർക്കേ കിട്ടുള്ളൂ. പക്ഷെ ഇത് എല്ലാം അറ്റംപ്റ്റ് ചെയ്യാം, എല്ലാറ്റിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്. അതാണ് സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ 24ൻ്റെ മുകളിൽ പോവില്ല, അത്രയേ ഉള്ളൂ. 11th one, how do you think disability shapes family dynamics in a modern environment? ഓക്കെ, ഡിസബിലിറ്റിയും അതുപോലെ ഫാമിലി ഡൈനാമിക്സും തമ്മിലുള്ള കണക്ഷൻ നമുക്കറിയാം. നമ്മൾ 2 ചാപ്റ്റർ ഡിസബിലിറ്റി ബേസ്ഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദ സൈലന്റ് ചൈൽഡ് ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് വീൽ ചെയേഴ്സ് ബൈ ദീപ മാലിക്. അപ്പോൾ ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ എഴുതുന്നത്. Disability shapes family dynamics by introducing new challenges and opportunities for growth. Okay, എന്തായാലും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. In the silent child, the family initially struggles to accept Libby's deafness, leading to emotional distance. നമുക്കറിയാം, ആദ്യം അവർ കുട്ടിയെ കെയർ ചെയ്തിരുന്നില്ല, അവർക്ക് വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് they didn't care Libby. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് was there between Libby and her family members. However, when a tutor helps Libby learn sign language, it highlights the importance of communication and understanding within families. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ട്യൂട്ടർ വരുന്നതും ഇവർക്ക് ജോനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ത്, സൈൻ ലാംഗ്വേജ്. അങ്ങനെ she began to communicate with her family members. Similarly, in Welcome to the World of Wheelchairs, Deepa Malik, a Paralympic athlete, shares how her family supported her journey, showing that empathy and resilience can transform challenges into achievements. ഓക്കെ, അപ്പോൾ അവർ വിജയത്തിലേക്ക് എത്താൻ അവരുടെ ഫാമിലിയാണ് അവർക്ക് വഴികാട്ടിയായത്, വളരെയധികം സപ്പോർട്ട് ചെയ്തത്. Both examples emphasize that family members need to adapt, be patient, and create an inclusive environment to nurture their beloved ones with disabilities, leading to stronger family bonds in a modern society that values diversity. ഇപ്പോൾ എന്താ പറയുന്നത്, ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേഷ്യൻ്റായി ഇവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. ദാറ്റ് മാർക്സ് ദി ഡൈവേഴ്സിറ്റി ഓഫ് ദ സൊസൈറ്റി. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമുള്ളതല്ല, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇൻക്ലൂസിവിറ്റി ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 12th one, how do the themes unfold through the short story The Face of Judas Iscariot? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ദ ഫേസ് ഓഫ് ജുഡാസ് ഇസ്കാരിയോട്ടിൽ തീം റിവീൽ ചെയ്യുന്നത് പതുക്കെ പതുക്കെ നമ്മുടെ റൈറ്റർ. In Bonnie Chamberlain's The Face of Judas Iscariot, the theme of judgment, duality, and human nature unfolded through the painter's search for models. അപ്പോൾ ഇയാൾ മോഡലുകളെ സെർച്ച് ചെയ്യുന്നതാണ് കഥ പറയുന്നത്. He finds a kind, noble-looking man to paint the face of Jesus. ഓക്കെ, ആദ്യം ജീസസിൻ്റെ 2 ചിത്രം അയാൾ ഒഴിവാക്കി വിട്ടിരുന്നു. ഒന്ന് ലിറ്റിൽ ജീസസും മറ്റേത് ആരായിരുന്നു, ജുഡാസ് ഓർ യൂദാസ്. അപ്പോൾ ഒന്ന് ഏറ്റവും 2 ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ്, ഒന്ന് ഏറ്റവും ഇന്നസെൻ്റ് ആയിട്ടുള്ളതും മറ്റേതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രെച്ചറസും ബിട്രയലൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ക്രൂവലൊക്കെ ആയിട്ടുള്ളൊരു മുഖഭാവമായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത്. സോ he left the painting without painting these 2 faces. Then years
ഓക്കെ ദെൻ ഒരു കുട്ടിയെ കണ്ടുപിടിച്ചിട്ട് എന്താണ് he paints the little Jesus there. Years later, while seeking the face of Judas, he unexpectedly finds the same man, now worn and bitter. അങ്ങനെ അയാൾ ബാറിൽ വെച്ചിട്ട് വേറൊരാളെ കാണുകയാണ്. അയാളുടെ മുഖം കാണുമ്പോൾ തന്നെ തോന്നും എന്താണ് he is suitable for Judas. അങ്ങനെ അയാളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് he was a little bit discomfortable. അപ്പോൾ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് കുട്ടി ജീസസിനെ പെയിന്റ് ചെയ്തത് ഇയാളുടെ മുഖം വെച്ചിട്ടായിരുന്നു. Now his face has changed a lot. The transformation highlights that people are not purely good or evil, but a mixture of both. ആരും ഏറ്റവും നല്ലവരും അല്ലെങ്കിൽ ഏറ്റവും മോശക്കാരുമല്ല, എല്ലാവരും എന്താണ് മിക്സ്ചർ ഓഫ് ബോത്ത്. ഗുഡ്നെസ് ആൻഡ് ബാഡ്നെസ് ആർ ദെയർ ഈവൻ വിത്തിൻ എ മാൻ ഇറ്റ്സെൽഫ്, ഇൻ എ സിംഗിൾ മാൻ ഇറ്റ്സെൽഫ്. And the story shows how life circumstances can change a person's outward appearance and inner character. എങ്ങനെയാണ് ഒരാളുടെ ഔട്ട്വേർഡ് അപ്പിയറൻസും ഇന്നർ ക്യാരക്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. വി കനോട്ട് ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് ഔട്ടർ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഔട്ടർ അപ്പിയറൻസ്. It challenges the reader to reconsider quick judgments and understand the complexity of human nature, emphasizing that everyone has the potential for both kindness and betrayal depending on one's trials. നമ്മുടെ ജീവിതത്തിലെ ഓരോ ഗതികൾക്കനുസരിച്ച് ട്രയൽസ് അല്ലെ നമ്മുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. 13th one, make a comparison on the idea of human suffering evolved through both the movie and the short story learner familiarized in the third module. അപ്പോൾ തേർഡ് മൊഡ്യൂളിൽ നമ്മളൊരു മൂവി, ഷോർട്ട് സ്റ്റോറി, അതുപോലെ തന്നെ ഓർഡിനറി മാജിക്, ഒരു ഡോക്യുമെൻ്ററി ഒക്കെ പഠിച്ചു. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഹ്യൂമൻ സഫറിങ് കാണിച്ചിട്ടുള്ളത് ഇതിലൊക്കെ എന്നാണ് പറയുന്നത്. ഇൻ ദി ഓർഡിനറി മാജിക് ഓഫ് ചാൾസ് ബുക്കോവ്സ്കി's കുമ്പളങ്ങി Nights and the Face of Judas Iscariot, human suffering is explored through different lenses. വിവിധ ലെൻസിലൂടെയാണ്, പല രീതിയിലുള്ള ഹ്യൂമൻ സഫറിംഗ് ആണ് കാണിച്ചു തരുന്നത്. Bukowski's life reflects suffering as an unavoidable part of existence, which he transforms into raw, honest poetry. അല്ലേ? അപ്പോൾ ബുക്കോസ്കിയുടെ ആ സഫറിങ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. മാത്രമല്ല അയാളുടെ വിഷമങ്ങളെല്ലാം പോയട്രിയാക്കി മാറ്റി. In contrast, കുമ്പളങ്ങി നൈറ്റ്സ് shows suffering through broken relationships, emotional pain and societal pressures, but offers hope through love, acceptance and healing. ഇപ്പോൾ 4 ബ്രദേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ കുറേ കരുണയും അതുപോലെ ചലഞ്ചസും പിന്നെ അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമ്പോൾ അവർക്കിടയിലുള്ള ബോണ്ട് എങ്ങനെ സ്ട്രോങ് ആവുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. The face of Judas Iscariot presents suffering as a force that changes a person's identity, blurring the line between good and evil. ഇവിടെ ഫേസ് ഓഫ് ജുഡാസ് ഇസ്കാരിയോട്ടിൽ പറയുന്നത് ഒരാളുടെ ഐഡന്റിറ്റി തന്നെ എന്താണ്, വിവിഡാണ്. ഓക്കെ, ഒരാൾ തന്നെയാണ് ഗുഡായിട്ടും ഈവിളായിട്ടും വരുന്നത്. Why Bukowski's focus on entering pain, Kumbhalangi Nights emphasize overcoming it through relationships, and the short story highlights the transformative power of suffering, shows how it shapes human character and moral perceptions. Okay, അപ്പോൾ ആദ്യത്തെ ബുക്കോസ്കിയിൽ അയാൾ പെയിൻ സഹിച്ചുകൊണ്ട് അയാൾ പോം എഴുതുന്നുണ്ട്. പിന്നെ കുംബ്ലങ്ങി നൈറ്റ്സിൽ പറയുന്നത് എങ്ങനെയാണ് പെയിൻ ഓവർകം ചെയ്യുക, സഫറിങ്സ് ഓവർകം ചെയ്യുക ത്രൂ റിലേഷൻഷിപ്സ്. അപ്പോൾ ബ്രദേഴ്സ് അവർ ഭയങ്കര സഫർ ചെയ്തു ബിക്കോസ് ആഫ്റ്റർ ദ ലോസ് ഓഫ് ദയർ ഫാദർ ദെയർ മദർ ഹാസ് ലെഫ്റ്റ് ദം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ദേ ഫീൽ എ കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി അറ്റ് ദാറ്റ് ടൈം. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ദേ ബിക്കെയിം ഹാപ്പി. അപ്പോൾ അങ്ങനത്തെ ഒരു ഓവർകമ്മിങ് ഫീലിംഗ് ആണ് അവിടെ വരുന്നത്. ദെൻ ഇവിടെ ജുഡാസ് ഇസ്കാരിയോട്ടിൽ പറയുന്നത് ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് സഫറിങ്. ചെറുപ്പത്തിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ വലുപ്പത്തിലായപ്പോഴത്തേക്കും ജുഡാസിനെ പോലെ ക്രൂവൽ ആൻഡ് ബിട്രേയൽ ആയി മാറി. 14th one, attempt to formulate the definition of success sustained by any narrative you learned from that syllabus. Success can be defined as achieving personal growth, overcoming challenges and finding inner peace rather than simply gaining wealth or recognition. പൈസ കിട്ടുന്നതൊന്നും അല്ല സക്സസ്.
In Kumbhalangi Night, success is portrayed through the emotional and personal transformation of the characters, especially the brothers. അല്ലേ, അവരൊരുപാട് മാറുന്നുണ്ട് ലാസ്റ്റ് ആവുമ്പോഴേക്കും. Initially, they struggle with broken relationships, low self-esteem and societal pressures. ആർക്കും അവരുടെ ഫാമിലിനോട് ഒരു മതിപ്പുമില്ല because of their lifestyle. പക്ഷെ അവർ അവസാനം ആവുമ്പോഴത്തേക്ക് എന്താണ്, they are regaining the self-esteem as well as the family status. However, their journey towards healing, self-acceptance, and forming a loving family defines their success. That is their success. The film shows that success lies in creating meaningful connections, supporting one another, and finding happiness in simple moments. Okay, success എന്ന് പറഞ്ഞാൽ കുറേ പൈസ ഉണ്ടാക്കലല്ല, അതായത് ഹാപ്പിനെസ്സിനുള്ള മാർഗം റിലേഷൻഷിപ്പിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ ഹൗ ക്യാൻ യു ബിക്കം ഹാപ്പി. This narrative teaches us that true success is about emotional fulfillment, personal growth, and the ability to build a life filled with love, respect, and understanding. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പേഴ്സണൽ ഗ്രോത്തിനും അതുപോലെ തന്നെ ബിൽഡ് ലൈഫ് ഫിൽഡ് വിത്ത് ലവ്, അല്ലെ, സ്നേഹം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാക്കുക, മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, മനസ്സിലാക്കുക, ഇതെല്ലാമാണ് ഈ ഫിലിമിലൂടെ പറയുന്നത്. ഇതല്ലാതെ കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പോൾ ദക്ഷിണയിലാണെങ്കിൽ അവർ വ്ളോഗൊക്കെ ചെയ്തിട്ടുള്ള, ഫുഡ് വ്ളോഗൊക്കെ ചെയ്തിട്ടുള്ള സക്സസ് സ്റ്റോറി. പിന്നെ ദീപ മാലിക്കിൻ്റെ ഓൺ ദ വീൽ ചെയർ ഓഫ് സക്സസ്സിൽ പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പാരാ അത്ലീറ്റായിട്ട് എങ്ങനെ അവർ ഷൈൻ ചെയ്തു, ഓവർകമ്മിങ് ഹർ ഡിസാബിലിറ്റീസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാം. ദെൻ 15th one, narrative one of your culinary memories or construct an imaginary narrative which is related to culinary experience you experienced or heard of. Okay, അപ്പം നിങ്ങളുടെ ഒരു culinary experience narrate ചെയ്യാനാണ് പറയുന്നത്. Okay, one of my favorite culinary memories is learning to cook with my grandmother. She would wake up early to prepare traditional dishes and I would watch her with curiosity. ഓക്കെ, അമ്മൂമ്മ വളരെ നേരത്തെ എണീറ്റിട്ട് ഭക്ഷണമൊക്കെ പാചകം ചെയ്യും. അപ്പം ഞാനത് കണ്ടുകൊണ്ടിരിക്കും. വൺ ഡേ, എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വൺ ഡേ ഷി ആസ്ക്ഡ് മീ ടു ഹെൽപ്പ് മേക്ക് ഹർ സ്പെഷ്യൽ ചിക്കൻ കറി. ഷീ ഗൈഡഡ് മീ ത്രൂ എവറി സ്റ്റെപ്പ്, ചോപ്പിംഗ് അനിയൻസ്, ഗ്രൈൻഡിങ് സ്പൈസസ് ആൻഡ് സ്റ്റയറിംഗ് ദ പോട്ട്. കുറേ കാര്യങ്ങൾ ചെയ്തു. ദി അരോമ ഫിൽഡ് ദ കിച്ചൺ ആൻഡ് ഐ ഫെൽറ്റ് പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദ പ്രോസസ്. ഓക്കെ, അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അരോമ പറഞ്ഞു വെച്ചാൽ സ്മെൽ. ഓക്കെ, ദാറ്റ് സ്വീറ്റ് സ്മെൽ ഓഫ് ചിക്കൻ കറി ഹാസ് സ്പ്രെഡ്, സ്പൈസി സ്മെൽ. ഓക്കെ, then when we finally sat down to eat, the curry tasted delicious, not just because of the flavors but because it was made with love and teamwork. അല്ലേ, അതായത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ളതുകൊണ്ടല്ല, അതിൻ്റെ ഒരു സ്നേഹവും അതുപോലെ ടീം വർക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് എന്താണ്, ഇറ്റ് ഹാസ് ബിക്കം സോ ടേസ്റ്റി. That day, I learned that cooking is more than just making food. It's about sharing, bonding, and creating memories that last a lifetime. Okay, നമ്മുടെ ദുൽഖർ സൽമാൻ പറയുന്നത് പോലെ കൈമ റൈസും കുറച്ച് മുഹബത്തും ഉണ്ടെങ്കിൽ ബിരിയാണി നന്നാവും എന്ന് പറയുന്ന പോലെ സ്നേഹവും അതുപോലെ തന്നെ ബോണ്ടിങ് എല്ലാം വേണം. എന്താണ്, ടു മേക്ക് ദ ഫുഡ് സോ ഡെലിഷ്യസ്. സെക്ഷൻ സി എസ്സേ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വ്യത്യാസമുണ്ട്. മുമ്പത്തെ ഇതിൽ എസ്സേ എന്ന് പറഞ്ഞു വെച്ചാൽ 15 മാർക്കായിരുന്നു. ഹിയർ 10 മാർക്സേ ഉള്ളൂ. അപ്പോൾ ഒരു 2 പുറമാണ് ഇതിന് എഴുതേണ്ടത് നിങ്ങൾ. പിന്നെ വേറൊരു കാര്യം, എസ്സേക്ക് സീലിംഗ് ഇല്ല. അപ്പോൾ ഒരു എസ്സേ മാത്രം എഴുതിയത്, എനി വൺ. ഓക്കെ, എനി വൺ എസ്സേ ഈസ് നീഡഡ്. ദെൻ 16th one, what is your take on the concept on sport activism, particularly dealing with the issues related to the opportunities and facilities related to people of disability? Okay, sports activism. നമ്മുടെ ദീപ മാലിക് പറഞ്ഞിട്ടുണ്ട്, ആം എ സ്പോർട്സ് ആക്ടിവിസ്റ്റ് റാദർ ദാൻ എ സ്പോർട്സ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? Then sports activism plays a crucial role in advocating for equal opportunities and better facilities for people with disabilities. നമുക്കറിയാം ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ that is women are advocating for equality with men. അതുപോലെ ഈ
ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ സ്പോർട്സ് ആക്ടിവിസം എന്ന് പറഞ്ഞാൽ ദേ വാണ്ടഡ് ഇക്വാലിറ്റി വിത്ത് മെൻ അത്ലറ്റ്സ് ആസ് വെൽ ആസ് ദി disabled, that is the disabled athletes want equality with other athletes. Then in the interview on the Wheelchair of Change, Paralympian Deepa Malik shares her inspiring journey highlighting the importance of sports in empowering individuals with disabilities. Okay, അപ്പോൾ ഈ ഡിസബിലിറ്റി ഉള്ള ആളുകളെ അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ളതാണ് ദീപ മാലിക് നോക്കുന്നത്. പാരാലിമ്പിക് എന്ന് പറഞ്ഞു വെച്ചാൽ ഒളിമ്പിക്സ് ഓഫ് ദി ഡിസേബിൾഡ് പേഴ്സൺസ്. ദെൻ despite facing physical challenges, Malik transformed her life through sports, becoming a symbol of resilience and determination. ഒരുപാട് തീരുമാനങ്ങളുടെയും അതുപോലെ തന്നെ ഒരുപാട് വിൽ പവറിൻ്റെയൊക്കെ ഭാഗമായി അവരുടെ ആ ഫിസിക്കൽ ചലഞ്ച് അവരൊരു പോസിറ്റീവായിട്ട് മാറ്റി. ദെൻ ഷീ ഹാസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി പാരാലിമ്പിക്സ്. ഹർ സ്റ്റോറി എംഫസൈസസ് ഹൗ ഇൻക്ലൂസീവ് സ്പോർട്സ് ക്യാൻ ബ്രേക്ക് societal stereotypes and offer people with disabilities a platform to showcase their talents. അപ്പോൾ എങ്ങനെയാണ് സൊസൈറ്റൽ സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരാൾ ഡിസേബിൾഡ് ആണെങ്കിൽ വീൽ ചെയറിലാണ് നമ്മുടെ ദീപ മാലിക്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ഷീ ഷുഡ് ബി എ ബെഗർ ഇൻ ചെയർ അല്ലേ. ഇനി വല്ലാതെ ഓടാനും ചാടാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പോകണ്ട. ഇനി വല്ല ബെഗ് ചെയ്തിട്ടോ അങ്ങനെ വല്ല ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നിട്ടുള്ള വല്ല ജോലിയും ചെയ്താൽ മതി. യു ആർ നോട്ട് അറ്റ് ഓൾ ആൻ അത്ലറ്റ് നൗ ഓർ യു കനോട്ട് വിൻ എനി മാച്ചസ്. ഈ രീതിയിലാണ് ആളുകൾ സംസാരിക്കുന്നത്. ആ ഒരു സ്റ്റീരിയോടൈപ്പിനെ ഓവർകം ചെയ്തിട്ടാണ് ഷി ഹാസ് ബിക്കം എ പാരാലിമ്പിക് അത്ലറ്റ് ആൻഡ് ഷി വൺ സിൽവർ മെഡൽ. However, Malik also sheds light on the track of accessible facilities and limited opportunities for disabled athletes in India and around the world. ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഈ ഡിസേബിൾഡ് അത്ലറ്റ്സിനൊരു മാതൃക തന്നെയാണ്, അവർക്കൊരു വഴികാട്ടിയായിരുന്നു നമ്മുടെ ദീപ മാലിക്. Many individuals with disabilities face barriers such as inadequate infrastructure, lack of financial support and limited recognition. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുഴപ്പം അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റാമ്പ് ഇല്ലാത്തതുകൊണ്ടും അതുപോലെ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടൊക്കെ അവർക്ക് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല. സോ ആൻഡ് ലിമിറ്റഡ് റെക്കഗ്നീഷൻ, അവരെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ പിന്നോട്ട് പോയിട്ടുണ്ട്. These obstacles prevent many from realizing their potential in sports. പല ആളുകളും അവരുടെ ആ ഒരു കഴിവൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് റെക്കഗ്നീഷൻ കിട്ടാതെ. Sports activism aims to address these challenges by raising awareness and pushing for policy changes. സ്പോർട്സ് ആക്ടിവിസം ഇതിനെയൊക്കെ മറികടന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ, ആക്ടിവിസം എന്ന് പറഞ്ഞാൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ റവല്യൂഷണറീസ് ആണ് അവർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. Activists and athletes like Malik advocate for better accessibility in sports arenas, more inclusive policies, and equal opportunities for disabled athletes. ഈ ഡിസേബിൾഡ് അത്ലറ്റ്സിനെ ഇൻക്ലൂഡ് ചെയ്തും കൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് സിസ്റ്റം, അതാണ് ദീപ മാലിക്കും മറ്റുള്ള സ്പോർട്സ് ആക്ടിവിസ്റ്റുകളും വാദിച്ചത്. This is not only improves the physical and mental well-being of individuals with disabilities, but also promotes their social inclusion. ഇത് അവരുടെ ഒരു ഇമോഷണൽ മെൻ്റൽ വെൽബീയിങ് മാത്രമല്ല നന്നാവുള്ളൂ, അവർ സോഷ്യൽ ഇൻക്ലൂഷൻ, സൊസൈറ്റിയിൽ അവരെയും കൂടെ ഒരു ഭാഗഭാക്കാക്കുക അല്ലെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Moreover, promoting disability sports can inspire others to view disability not as a limitation but as a unique ability. ഡിസബിലിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ നോട്ട് അറ്റ് ഓൾ എ ലിമിറ്റേഷൻ, പക്ഷെ അതൊരു യുണീക്ക് എബിലിറ്റിയാണ്. ഡിഫറെൻ്റ്ലി ഏബിൾഡ്, ഡിസബിലിറ്റിയിൽ നിന്നും ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, by highlighting stories like Malik's story, society can challenge misconceptions and foster a culture of acceptance and support. മാലിക്കിൻ്റെ, അതായത് ദീപ മാലിക്കിൻ്റെ സൊസൈറ്റിയിലുള്ള ഒരുപാട് ആചാരങ്ങളും മിസ്കോൺസെപ്ഷൻസ് അല്ലേ, തെറ്റായ ധാരണകളൊക്കെ മാറ്റിയെടുക്കാൻ ദീപ മാലിക്കിനെ പറ്റി. Sports activism, therefore, is not just about improving facilities. It's about creating an inclusive society where everyone, regardless of ability, can participate and excel. അപ്പം സ്പോർട്സ് ആക്ടിവിസത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് കുറേ ഫെസിലിറ്റികൾ കൊടുക്കാം. അവരുടെ കഴിവുകേടുകൾ നോക്കാതെ എല്ലാവരെയും പങ്കെടുപ്പിക്കുക, അവർ കൂടുതൽ ആയിട്ട് എക്സൽ ചെയ്യാൻ, കൂടുതലായിട്ട് പ്രാഗൽഭ്യം തെളിയിപ്പിക്കാൻ അവരെ അനുവദിക്കുക. ഇതൊക്കെയാണ് പറയുന്നത്. In conclusion, sports activism is a powerful tool for advocating for the rights of people with disabilities. അപ്പോൾ റൈറ്റ്സ് ഓഫ് പീപ്പിൾ അല്ലേ, ആളുകളുടെ സ്വാതന്ത്ര്യം, സ്പോർട്സിലെ അവർക്കും പങ്കെടുക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തെയാണ് ഇവരിവിടെ പറയുന്നത്. then അവർക്കും ഉണ്ട് അവകാശം. By addressing the gaps in opportunities and facilities, it can lead to a more inclusive, fair and empowering environment for all. എല്ലാവർക്കും ഒരു സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ കിട്ടും സ്പോർട്സ് ഇൻ ദ അറീന ഓഫ് സ്പോർട്സ്. അതാണ് ഇവരുടെ ലക്ഷ്യം, സ്പോർട്സ് ആക്ടിവിസ്റ്റിൻ്റെ. 17 ഇതിൽ ഞാൻ പറഞ്ഞു, ഞാൻ ആൻസർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് 2 essay എഴുതുന്നത്. നിങ്ങൾ ഒരിക്കലും 2 essay എഴുതരുത്, ഒരു essay മാത്രം എഴുതിയാൽ മതി. 17. Sustainable living is a fashionable myth and money trap. Critically evaluate the statement with the help of prescribed text and discussion session evolved through your practicum. അപ്പോൾ സസ്റ്റൈനബിൾ ലിവിങ് ഈസ് എ ഫാഷനബിൾ മിത്ത് ആൻഡ് മണി ട്രാപ്പ്. നമുക്കറിയാം, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഫാഷനബിൾ മിത്ത് അല്ലേ, എന്നൊരു ഫാഷനാണ്, ഒരു മണി ട്രാപ്പുമാണ്. അപ്പോൾ അതിനൊന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മുടെ ബേസ് ചെയ്തിട്ട്. The statement sustainable living is a fashionable myth and money trap suggests that the concept of living in harmony with nature is often romanticized, commercialized and ultimately impractical for the average person. അതിനെ വല്ലാതെ അങ്ങോട്ട് മഹത്വവൽക്കരിക്കുകയാണ്, പിന്നെ സാധാരണക്കാർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിൽ അതിനെ ആക്കി മാറ്റുകയാണ്. However, a closer look at the story of Sarang, an alternative school in Palakkad, Kerala, featured on the social media platform Dakshina, challenges this notion. അപ്പോൾ അങ്ങനെയല്ല, സാധാരണക്കാർക്കും പറ്റാവുന്നതാണ് സസ്റ്റൈനബിൾ ലിവിങ് എന്നുള്ളത് കാണിച്ചു തരികയാണ് ദക്ഷിണ എന്ന യൂട്യൂബ് ചാനൽ. അവിടെ സാരംഗിലെ ജീവിതം നമ്മളിലൂടെ തുറന്ന് കാണിക്കുന്നതിലൂടെ അവർ ആ ഒരു കാര്യം നമുക്ക് കാണിച്ചു തരാൻ സാധാരണക്കാർക്കും സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാം. അതിനെക്കുറിച്ച് സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ഫുഡിന്, അതുപോലെ തന്നെ ഓർഗാനിക് എലമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലിയാണ്. അതൊന്നും സാധാരണക്കാരെ കൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ്. Sarang was founded by Gopalakrishnan and Vijayalakshmi in 1982 as a response to conventional education system that prioritized rote learning over critical thinking. അപ്പം സാധാരണ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കോൺസെപ്റ്റ്. അതിൻ്റെ മുകളിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും അതുപോലെ ലേണിംഗ് ബൈ ഡൂയിങ്, ഈ ഒരു സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ് ഗോപാലകൃഷ്ണൻ ആൻഡ് വിജയലക്ഷ്മി ഈ ഒരു സാരംഗ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത്. By transforming a barren 12-acre hill into a thriving green space, the founders proved that sustainable living is not a myth but a practical, achievable lifestyle. Okay, അപ്പോൾ അത് ഒരു മിത്തല്ല, പക്ഷേ നമുക്കെല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്നതാണ്. Their approach was rooted in ecocentric education where children learned life skills, art and academic through direct interaction with nature. നേച്ചറിലൂടെയാണ് അവിടെയുള്ള കുട്ടികൾ എല്ലാം പഠിച്ചത്. Okay, then the Dakshina platform showcases Sarang's self-sufficient lifestyle where food is prepared from foraged greens, vegetables and tubers. ഇപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അവിടെ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഗ്രീൻസ്, ട്യൂബേഴ്സ് പറഞ്ഞത് ചേന, ചേമ്പ്, അതുപോലെ ട്യൂബർ, നമ്മുടെ ടാപ്പിയോക്ക, അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടാണ് അവർ നല്ല ഡെലിഷ്യസ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഉണ്ടാക്കുന്നത്. The Dakshina platform showcases Sarang's self-sufficient lifestyle. These videos document traditional Kerala recipes, rituals like urumpotal, and eco-friendly practices such as using soap nut extract to wash clothes. Okay, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾക്കിത് പരിചയമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒരു ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ് ഉറുമ്പൂട്ടൽ. ഉറുമ്പിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഉറുമ്പിന് ഇഷ്ടം മധുരമാണല്ലോ, മധുരമുള്ള ഫുഡ് കൊടുക്കുക. തിരുവോണത്തിനാണ് അത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സോപ്പ് നെറ്റ് അല്ലേ, സോപ്പ് കൊണ്ട്
ഡ്രസ്സ് അലക്കുക, അതൊന്നും നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. Such practices reflect a lifestyle that prioritizes resourcefulness, simplicity, and community-centric living, values that are far from being a money trap. അപ്പോൾ അതൊരു മണി ട്രാപ്പ് അല്ല, അത് കുറേ മൂല്യങ്ങൾ മുറുകെ പിടിക്കലാണ് ദക്ഷിണ അതല്ലെങ്കിൽ സാരംഗിലെ ജീവിതം. While critics may argue that sustainable living requires significant financial investment and is only accessible to the privileged, Sarang's example shows that it can be achieved through dedication, creativity, and a deep connection to local knowledge. അപ്പം ഒരിക്കലും ഒരു മണി ട്രാപ്പ് അല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട ഒരു കാര്യമല്ല സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നമുക്ക് ഒരു അത്രയും വലിയ ആഗ്രഹമുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമാണ്. Moreover, their success is building in community around these values demonstrates that sustainable living is not just a trend but a viable solution to modern challenges like environmental degradation and societal disconnection. അപ്പോൾ നമ്മുടെ ഈ എൻവയറൺമെൻറ്റൽ ഡീഗ്രഡേഷനും അതുപോലെ തന്നെ സൊസൈറ്റൽ ഡിസ്കണക്ഷൻ, അതായത് സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വേറിട്ട് പോവുക, അതിനൊക്കെതിരെയുള്ള ഒരു ഏറ്റവും നല്ല മാർഗം തന്നെയാണ് സസ്റ്റൈനബിൾ ലിവിങ് എന്നുള്ളതാണ് ദക്ഷിണ കാണിച്ചു തരുന്നത്. In conclusion, sustainable living may be marketed as a fashionable lifestyle by some, but for communities like Sarang, it's a deeply rooted practical way of life that fosters resilience, self-sufficiency, and environmental harmony. അത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കലാണ്, അതുപോലെ പ്രകൃതിയെ മനസ്സിലാക്കലാണ്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തരാവലാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്നുള്ളതാണ് സാരംഗിലെ ജീവിതത്തിലൂടെ ദക്ഷിണ എന്ന യൂട്യൂബ് ചാനൽ നമുക്ക് കാണിച്ചു തരുന്നത്. ഹോപ്പ് യു ഹാവ് ലിസൺ ടു ദിസ് വീഡിയോ വെരി കെയർഫുള്ളി. അപ്പോൾ നിങ്ങൾ നന്നായി കേൾക്കുക, അതിനുശേഷം നിങ്ങൾ നോട്ടിലൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ എഴുതി വെക്കുക, മനസ്സിലാക്കുക, എങ്ങനെ എക്സാം എഴുതുക എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സീലിംഗ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ടൈം മാനേജ്മെൻറ്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.